നിങ്ങൾ സിംഗിളാണോ? അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണോ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ 2-3 തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 1. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാവരും പറയും, എനിക്കൊരു നല്ല പെൺകുട്ടിയെ വേണം. എന്താണ് ഈ നല്ല പെൺകുട്ടി? ചോദിച്ചാൽ ഉത്തരമില്ല. അതുകൊണ്ടെന്തു സംഭവിക്കും? കിട്ടുന്നതിനെയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പൊരുത്തം നോക്കാതെ വെറും കെമിസ്ട്രി കണ്ടു വീഴും. ഇതു പ്രേമമല്ല, ഒറ്റയ്ക്കാകുമോ എന്ന പേടിയാണ്. ആദ്യമൊരു ലിസ്റ്റുണ്ടാക്ക്. എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്? മോശം സമയത്ത് അവൾ എങ്ങനെ പെരുമാറണം? അവളുടെ വാല്യൂസ് എന്താവണം? നിങ്ങൾ ജീവിതത്തിൽ സ്റ്റാൻഡേർഡ്സ് വയ്ക്കുമ്പോൾ എല്ലാം മാറും. നിലവാരമില്ലാത്തവരുടെ പുറകെ നടക്കുന്നത് നിർത്തി എനിക്കിന്നത് വേണം എന്ന് വാശിയുള്ള ഒരു പുരുഷനാവുക. മിസ്റ്റേക്ക് നമ്പർ 2. അർഹതയില്ലാത്തവർക്കു വേണ്ടി സമയം കളയുന്നത്. മോശം കൂട്ടുകെട്ടിലും നിലവാരമില്ലാത്ത പെൺകുട്ടികളുടെ പുറകെയും നടന്നിട്ട് എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നില്ല എന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ഈ പ്രവൃത്തി ലോകത്തോട് പറയുന്നതിതാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല. ഒരു ഹൈ വാല്യൂ വുമണിന് നിങ്ങളുടെ ഇമോഷണൽ ഡാമേജ് തീർക്കലല്ല പണി. അവർക്ക് വേണ്ടത് സ്വന്തം ജീവിതത്തിൽ വ്യക്തതയും നിലവാരവുമുള്ള ഒരു പുരുഷനെയാണ്. അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ശീലങ്ങൾ, സംസാരിക്കുന്ന പെൺകുട്ടികൾ. ഇതുകൊണ്ടെന്റെ ലൈഫിന് വല്ല ഗുണമുണ്ടോ? ഇല്ലെങ്കിൽ വെട്ടിമാറ്റുക. നിങ്ങൾ മാറുമ്പോൾ അതുവരെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത പെൺകുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. മിസ്റ്റേക്ക് നമ്പർ 3. ബീയിങ് ദ നൈസ് ഗായ്. അവൾക്കെല്ലാം തലയാട്ടിക്കൊടുക്കുക, വഴക്കുണ്ടാക്കാൻ പേടി. ഇതൊക്കെ നന്മയാണെന്നാണോ വിചാരം? അല്ല, അത് പേടിയാണ്. അവൾ ഇട്ടിട്ടു പോകുമോ എന്ന പേടി. പെൺകുട്ടികൾക്ക് പീപ്പിൾ പ്ലീസറിനെ ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് നട്ടലുള്ള ആണുങ്ങളെയാണ്. ആവശ്യമെങ്കിൽ നോ പറയാനും ബൗണ്ടറി വയ്ക്കാനും വേണ്ടിവന്നാൽ ഇറങ്ങിപ്പോരാനും ത്രാണിയുള്ള ആണുങ്ങളെയാണ് അവർക്ക് വേണ്ടത്. ഡോർമാറ്റ് ആവാതിരിക്കുക. മിസ്റ്റേക്ക് നമ്പർ 4. സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല, പക്ഷേ അവളെ ലീഡ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പെണ്ണിനെയും ലീഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടൈം, സാമ്പത്തികം, അച്ചടക്കം, ഇതൊക്കെയാണ് നിങ്ങളുടെ ആകർഷണം. ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ആകർഷണം തോന്നുന്നത് മസിൽ കണ്ടിട്ടല്ല, അതുണ്ടാക്കിയെടുക്കാൻ കാണിച്ച ആ അച്ചടക്കം കണ്ടിട്ടാണ്. നിങ്ങൾ സ്വന്തം ലൈഫ് ലീഡ് ചെയ്താൽ പെൺകുട്ടികളുടെ പുറകെ നടക്കേണ്ടിവരില്ല, അവരിങ്ങോട്ട് വരും. മിസ്റ്റേക്ക് നമ്പർ 5. വ്യക്തമായ നിലപാടില്ലാത്ത സ്വഭാവം. പണമോ ലുക്കോ ഒന്നുമല്ല ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. അത് നിങ്ങളുടെ സ്വഭാവമാണ്. ആരും കാണാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു? നിങ്ങളുടെ ശീലങ്ങളെന്താണ്? ഒരു ഹൈ ക്വാളിറ്റി വുമണിനെ വേണമെങ്കിൽ ആദ്യം നിങ്ങളൊരു ഹൈ ക്വാളിറ്റി മാൻ ആവുക. സ്വയം നന്നാവുക, സ്റ്റാൻഡേർഡ്സ് വയ്ക്കുക, സ്വന്തം ലൈഫ് നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളെ തേടിവരും. ഇതൊക്കെ കേട്ടിട്ടും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നവരോട് കീപ് ഗോയിങ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തെത്തിക്കഴിഞ്ഞു.